ഹേ ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് 2024 CA ക്വാളിഫൈഡ് ആയിട്ടുള്ള സഞ്ജയ് ശങ്കറാണ്. ഹായ് സഞ്ജയ്. സഞ്ജയ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി കൺഗ്രാജുലേഷൻസ്. ഹൗ ഡു യു ഫീൽ നൗ? ഒരുപാട് റിലാക്സ്ഡ് ആണ് ഇപ്പോൾ. കാരണം കുറേ കാലങ്ങളായിട്ടുള്ളൊരു ഭാരമായിരുന്നു CA. ഒരു ആഗ്രഹം എന്ന് പറയാം. അപ്പം അത് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു റിലാക്സേഷൻ ഉണ്ട്. ഇപ്പം ഹാപ്പിനെസ് ഇറ്റ് കംസ് ഓൾവേസ് റൈറ്റ്. സോ ഹാപ്പിനെസ്സിനെക്കാളും ഒരുപടി മേലെ കുറച്ച് റിലാക്സ്ഡ് ആണ് ഇപ്പോൾ. സഞ്ജയ്, എപ്പോഴാണ് ഈ ഒരു ആഗ്രഹം വന്നത്? ആക്ച്വലി വാട്ട് ആക്ച്വലി ഇൻസ്പയർഡ് യു ടു ഹിയർ? ഒരു 8th 9th ആ സമയത്താണ് ഫസ്റ്റ് CA പറ്റി അറിയുന്നത്. അതുവരെ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, നോർമൽ സ്റ്റുഡൻറ്റിനെ പോലെ വിചാരിച്ചിരുന്നാൽ 8th 9th ആവുന്നതാണ് CA പറ്റി അറിയുന്നത്. അതിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസ് എന്താ വെച്ചാൽ ഫാമിലി മൊത്തം CAs ആണ്. ഇഷ്ടം പോലെ ഫാദർ സൈഡായാലും മദർ സൈഡായാലും കസിൻസ് ഒരുപാട് CAs ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് എൻ്റെ കസിൻ ബ്രദർ ഫസ്റ്റ് സ്റ്റാർട്ടഡ് അക്കൗണ്ടൻസിനെ പറ്റിയുള്ള ഇതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെയാണ് CA ഓക്കെ നമുക്ക് CA നമ്മൾ കാരണം ഏട്ടൻ വന്ന് ദുബായിലായിരുന്നു. സോ ഐ ഫെൽറ്റ് ഓക്കെ നൈസ്, CA ഇസ് ഗുഡ് കോളർ ഇതാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് CA എന്നുള്ളൊരു ആഗ്രഹം വന്നത്. ലേറ്റർ അത് ഒരു സ്ട്രോങ് അംബീഷനായി മാറി. ലേറ്റർ ഒരു ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഫർദർ നമ്മളൊരു 9th 10th ഒക്കെ ആകുമ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് അംബീഷനായി മാറി. പിന്നെ അത് ഫിക്സ്ഡായി. അത് അങ്ങനെ തന്നെയാണ് +1 +2 കൊമേഴ്സ് എടുത്ത് പഠിച്ചത്. അന്നൊന്നും ഒരു ആൾട്ടർനേറ്റീവ് ഒരു പ്ലാൻ ബി സത്യം പറഞ്ഞ് ഉണ്ടായിരുന്നില്ല. പ്ലാൻ എ ചാർട്ടേഡ് അക്കൗണ്ടിങ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്ലാൻ എ അത് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. കാരണം പ്ലാൻ ബി അന്നുമില്ല ഇന്നുമില്ല. സോ അതുതന്നെയായിരുന്നു എൻ്റെ ഇൻസ്പയർ. ഞാൻ ആ ഒരു സ്ട്രോങ് ഇത് തന്നെയായിരുന്നു. ദാറ്റ് മേഡ് മീ നൗ ഞാനൊക്കെ വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇസ് ഇൻക്രെഡിബിൾ ത്രൂ ഔട്ട്. കാരണം അവർക്കൊരു ഡൗട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫീസ് ഓക്കെ വിത്ത് CA, ദേ ആർ ഓൾസോ ഓക്കെ. അങ്ങനെ തന്നെയായിരുന്നു. സോ എൻ്റെ ഇൻസ്പിറേഷൻ ഒന്നും എൻ്റെ പാരൻസ് തന്നെയാണ്. എല്ലാ ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ സഞ്ജയുടെ അച്ഛൻ ഒരു നോൺ വോക്കലിസ്റ്റാണ്, രച്ചു ശങ്കർ. മാത്രമല്ല സഞ്ജയ് ഒരു മ്യൂസിക്കിസ്റ്റും കൂടിയാണ്. സോ ബേസിക്കലി സഞ്ജയുടെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ മ്യൂസിക്കിലേക്ക് കുറച്ചുകൂടി ഇംപ്ലൈൻ ചെയ്ത് പതുക്കെയാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ മ്യൂസിക്കൽ ഒരു ഫ്ലേവർ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ പാരൻസ് മനസ്സിലായാലും അമ്മയ്ക്കായാലും പണ്ടേ അറിയായിരുന്നു. അമ്മയ്ക്കായിരുന്നു കുറച്ചും കൂടി ആഗ്രഹം. പക്ഷേ മ്യൂസിക്കൽ ഒരു പ്രൊഫഷൻ ഉണ്ടായാൽ പോലെ മ്യൂസിക്കായിട്ടും നമുക്കൊരു പാഷൻ വേണം. ഏതർ പാട്ടായാലും അതെ, മൃദംഗമായാലും അതെ. സോ അമ്മയ്ക്ക് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു മ്യൂസിക്കിലൂടെയും നമ്മൾ അറിയണം. അങ്ങനെയാണ് ഫസ്റ്റ് ഒരു പാട്ട് തുടങ്ങി, അച്ഛനടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സ്റ്റേജ് എത്തിയിട്ട്, പക്ഷേ പണ്ട് തൊട്ടേ മൃദംഗം അന്നും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഓക്കെ നമുക്ക് പാട്ട് വേണ്ട, മൃദംഗം മതി. അങ്ങനെ മൃദംഗത്തേക്ക് വന്നത്. സോ ഈവൻ എൻ്റെ ഫാമിലിയിലും വേറെ മ്യൂസീഷ്യൻസ് വേറെയും ഉണ്ട്. സോ മ്യൂസിക്കൽ ഇത് എപ്പോഴും ഉണ്ടാവണം എന്നുള്ള അവരുടെ ആഗ്രഹം കൂടിയായിരുന്നു. സോ അത് എനിക്കിപ്പോഴും അപ്കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രൂ ഔട്ട് എനിക്ക് അത് അപ്കീപ്പ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബാലൻസ് ചെയ്ത് കാരണം CA എന്ന് പഠിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ മ്യൂസിക്കും ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞൊരു 1 year ആയിട്ടായിരുന്നു CA ഫൈനലിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. സോ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഷെഡ്യൂൾ പീരീഡിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. സോ ഇറ്റ് ഈസ് ടഫ് മെയിൻറ്റെയിൻ. കാരണം നമുക്ക് പ്രോഗ്രാംസും കൺസേർട്സിനൊക്കെ പോകാൻ കുറച്ച്, കാരണം നമ്മളൊരു കൺസേർട്ടിന് പോകുമ്പോൾ നമുക്കൊരു ഡേ അവിടെ തന്നെ പോയി അതിന് പ്രിപ്പറേഷനായിട്ട് കുറേ സമയം പോകും. കൺസേർട്ടിന് കുറേ ടൈം പോകും. സോ അത് കുറച്ച് ടഫായിരുന്നു. ബട്ട് ഐ എൻജോയ്ഡ് ഇറ്റ്. കാരണം ഇതൊരു ഹാർഡ് കുറേ ഒരു സ്റ്റഡി ഹവേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്കൊരു റിലാക്സേഷൻ ടൈമിൽ മൃദംഗം വായിക്കുമ്പോൾ അത് ഇറ്റ് ഗീവ്സ് അസ് ഇമ്മൻസ് പ്ലഷർ. ആ ടൈമിൽ പാട്ട് കേൾക്കുന്നു, റെഗുലറായിട്ട് കൺസേർട്സിലൊക്കെ ഞാൻ യൂട്യൂബിൽ കേൾക്കുന്നു, ഇന്ന ടൈം വെച്ച് കേൾക്കുന്നു. സോ എനിക്കിത് വിടാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവൻതോ CA ഫൈനലാണ്, പലരും പറഞ്ഞിരുന്നു CA ആണ്. സോ ഓക്കെ തൽക്കാലം ഒരു കൊല്ലത്തേക്ക് നീ എത്തുന്നു ആ സൈഡിലേക്ക് നിന്ന് നോക്കട്ട. പക്ഷെ എൻ്റെ ഓഫീസിലത്തെ കൊലീഗ്സ് ആയാലും പ്രിൻസിപ്പൾസ് ആയാലും ഒപ്പം എൻ്റെ പാരൻസ് ആയാലും ഇവരെല്ലാവരും ആ കാര്യത്തിൽ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. കാരണം ഇതൊരിക്കലും വിടരുത്, ഇത് ഷുഡ് ബി വിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്നും അക്കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. സോ അത് കാൺ ഡിറ്റർ യുവർ ഇൻട്രസ്റ്റ്. ഇത് നമ്മളൊരു പാട്ട് പ്രോഗ്രാംസിന് പോകുന്നുണ്ട് കാരണം നമ്മുടെ CA ഒരിക്കലും അവിടെ കോംപ്രമൈസ് ആവുന്നില്ല. പക്ഷേ അവിടെ ദൈവം പറഞ്ഞ പോലെ ഒരു ബാലൻസിങ് അത്യാവശ്യമാണ്. ഈ ഇടയ്ക്കൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഈസ് തബലിസ്റ്റ്, കൊച്ചിയിലുള്ളൊരു തബലിസ്റ്റാണ്. ഈ ആക്ച്വലി ഇപ്പോൾ CA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് ഡൂയിങ് മോർ പ്രോഗ്രാംസ് ദാൻ ടു ബി ഫ്രാങ്ക്.
അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഈ ഒരു തബലിസ്റ്റ്, അപ്പോൾ എനിക്ക് അവൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് അറിയാം. മീൻസ് ഈസ് ഡൂയിങ് വെൽ ഇൻ ദ തബല ഫീൽഡ്. അപ്പോൾ എനിക്ക് CM എടുക്കണം, അപ്പോൾ അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടാവുമോ, ലേറ്റർ പാർട്ട് എനിക്ക് അതൊരു ഡിറ്റർ ചെയ്യുമോ എന്ന് ഇൻട്രസ്റ്റ്. അതൊക്കെ ഒരിക്കലില്ല. ഉള്ളി തിങ്ക് അവരുടെ പ്രയോറിറ്റൈസ് വേണ്ട സമയത്ത് ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എവരിത്തിങ്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും പ്രയോറിറ്റൈസേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു പൊതുവായിട്ടൊരു ഡൗട്ടാണ്. നമുക്ക് അറിയാം ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടുതലായിട്ടിരിക്കുന്ന ടൈമാണ്. ഞാനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫോൺ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന നടക്കുന്നത്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മുന്നോട്ട് നല്ലതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമുക്കൊരു മെൻ്റലി നമ്മളൊരു ഇതായി പോകും. ഞാനതെ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ കുറച്ച് ക്യാഷ് എപ്പോഴും ഉള്ളതാണ് നമ്മുടെ കയ്യിൽ. ഓഫ്കോഴ്സ് പ്രോസും കോൺസും ഉണ്ട്. പ്രോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റാണ്. ഈ വാളറ്റ് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് ഫിംഗർ ടിപ്പ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഗൂഗിൾ പേ കാരണം. ഫെസിലിറ്റീസ് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഞാനത് കൂടുതൽ പറയേണ്ടത് നമുക്ക് ഫെസിലിറ്റീസ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇമറിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ പോയിന്റ് ടു ബി തോട്ട് ഓവർ. അത്ര എക്സ്പെൻഡിച്ചർ കൺട്രോൾ പറഞ്ഞിട്ട് സാധനം ആണ്. CA ചാർട്ടേഡ് അക്കൗണ്ട്സിനൊക്കെ നോർമലി എല്ലാവരും തൃഷ്ടിയായിട്ടാണ് ഒരു പോപ്പുലർ, എല്ലാവരും ഒരു എൻ്റെ വീട്ടിൽ തന്നെ CA പറഞ്ഞാൽ ഈ പൈസയൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ചിലവാക്കുള്ളൂ. പലരും എന്നെ മാത്രമല്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരെ തൃപ്തി ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും കാണുന്നുണ്ട്. ബട്ട് എക്സ്പെൻഡിച്ചർ കൺട്രോൾ പറഞ്ഞിട്ട് സാധനം അത് നമുക്ക് ക്യാഷിൽ ചിലപ്പോൾ വരും, ഇതിൽ കണ്ടിന്യൂ വരില്ല. കൺവീനിയൻ്റ് ആകുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ളൊരു ഇത് കൂടും. സോ ഇൻ ദ സെൻസ് എക്സ്പെൻഡിച്ചേഴ്സ് മാസം ഇത്ര എമൗണ്ട് വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഗൂഗിൾ പേ കാരണം എക്സ്പെൻഡിച്ചർ കൂടിയാലും കാരണം ക്യാഷ് ആകുമ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ ചിലവാക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് കാരണം എനിക്കത് ഇപ്പോൾ ഞാൻ കാലിക്കറ്റിലായിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട്. എൻ്റെ ഹോസ്റ്റൽ ലൈഫും അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇൻ ദ സെൻസ് ക്യാഷ് ഉള്ളപ്പോൾ ഞാൻ കുറച്ച് നോക്കിയൊക്കെ ചിലവാക്കിയിരുന്നത്. ബട്ട് ഗൂഗിൾ പേ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പെൻഡിങ്ങിന് ഒരു ലിമിറ്റ് വരുന്നില്ല. സോ അങ്ങനത്തെ ഒരു പോയിന്റ് ഞാൻ എൻ്റെ ലൈഫിൽ നോട്ട് ചെയ്ത കാര്യമാട്ടോ. ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് അങ്ങനെയാണ്. സോ അതാണ് ഞാൻ കണ്ടൊരു അഗൈൻ ഐ എം സെയിങ് ഇറ്റ്സ് നോട്ട് എ ഡീമെറിറ്റ് ആക്ച്വലി. ഗൂഗിൾ പേ ഈസ് ഓൾവേസ് കൺവീനിയൻറ്റ് ബട്ട് ഇറ്റ്സ് എ പോയിന്റ് ടു ബി തിങ്ക്. നമുക്ക് നമ്മളുടെ ഇതിൽ തന്നെ ഒരു കൺട്രോൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് ഗുഡ്. എല്ലാം കൺവീനിയൻ്റ് ആയി. നീയും അത് ഒബ്വിയസ്ലി നീ കൂടണം. യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ക്യാഷ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഷീ നെവർ യൂസസ് ATM കാർഡ് ഓക്കെ. ഷീ നെവർ യൂസസ് എനി ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ സംതിങ്. ഇപ്പോഴും ആ ഒരു ഓൾഡ് സിസ്റ്റം ഇതിൽ തന്നെയാണ് പോകുന്നത്. ടോട്ടലി അമേസ്ഡ്. എന്നെക്കാളും കുറച്ച് സീനിയർ ആണെന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. സോ ഐ ആസ്ക് ബൈ ഷീ സെഡ് വൺ തിങ്, ഈ കൺട്രോൾ വേണം. ഗൂഗിൾ പേ ആണെങ്കിൽ എനിക്ക് കൺട്രോൾ എത്തില്ല. സോ സൈഡ് ഓക്കെ. ബട്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല. കൺട്രോളൊക്കെ ആർക്കാണെങ്കിലും വരാം. എവരിവൺ ഷുഡ് യൂസ് ഇറ്റ്. നോട്ട് ഈവൻ ഗൂഗിൾ പേ, എനി അതർ മോഡൽസ്. ഇപ്പം പറയുന്നത് ശരിയാണ്. അത്യാവശ്യം ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു കൺട്രോൾ അവസ്ഥയിലായിട്ടുണ്ട്. സജയ് ഫൈനലി ഈ CA-യിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവരോട് സജയ്ക്ക് എന്താണ് ആക്ച്വലി ഒരു അഡ്വൈസ് പോലെ പറയാൻ പറ്റുന്നത്? ജസ്റ്റ് വൺ തിങ്, ഷോ യുവർ കറേജ്. ഒരു CA ധൈര്യമായിട്ട് എടുത്ത് വരാനുള്ള ഒരു കറേജ് കാണിക്കുക. ചുറ്റുള്ള ആൾക്കാർ പലതും പറയും CA അങ്ങനെയാണ്, CA ടഫാണ്, CA എടുത്ത് അവിടെ സ്റ്റക്കായി പോകും. അങ്ങനെയല്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. ഹൗ യു സീ CA. നിങ്ങളുടെ വിൽ ഡിറ്റർമിനേഷൻ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ന് ക്വാളിഫൈ ആവുന്നുള്ളത്. സോ അത്രയും എനിക്ക് ആ ഒരു പോയിന്റ് മാത്രം സ്ട്രെസ് ചെയ്യാറില്ല. കറേജ് കാണിക്കുക. കാരണം ഇപ്പോൾ പലരും, ഞാനിപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, CA എടുത്താൽ ബുദ്ധിമുട്ടല്ലേ, പഠിക്കാൻ ഒരുപാടില്ലേ, എന്നാ പാസ്സാവാൻ അറിയില്ലല്ലോ, ഞാൻ സ്റ്റക്കായി എൻ്റെ ലൈഫ് പോവുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ അതിനെ പറയുള്ളൂ, CA ടഫാണ്. മീൻസ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദാറ്റ്സ് എ കോമൺ തിങ്. എല്ലാവർക്കും പറയാം CA ടഫാണ്. അതാണൊരു CA എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വരുന്നൊരു പ്രീ ഇമേജ് അത് തന്നെയാണല്ലോ. സോ അത് ഓക്കെ, അത് ടഫാണെന്ന് പറഞ്ഞിട്ട് അതിക്ക് വരുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ആ കറേജ് കാണിക്കേണ്ടത്. ചുറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ട് അതിൽ തന്നെ പോകണം. സ്റ്റക്കായി പോവൽ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളത് എങ്ങനെ നിങ്ങളത് അപ്രോച്ച് ചെയ്യുന്നു.
ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ മ്യൂസിക് പോലെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എടുക്കാൻ താല്പര്യം ആൾക്കാരോ ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എടുക്കുകയെന്നെ ചെയ്യാം. ഒരിക്കലും വേറെ രീതിയിൽ തോട്ട് പ്രോസസ്സിൽ പോകരുത്. അത് ചെയ്യാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എടുക്കും, നിങ്ങൾ ആ കറേജ് കാണിക്കൂ. ഇഷ്ടംപോലെ ഇനിയും CAs ആൾക്കാർ വരട്ടെ. ഇപ്പോൾ എല്ലാവരും പല പല ബ്രാഞ്ചസിലേക്കാണ് പോകുന്നത്. CA എടുക്കുന്നത് കുറവാണ്. അവസാനം CA നെ പറ്റിയൊക്കെ അന്വേഷിച്ച് വന്നിട്ട് അവസാനം വേറെ പല രീതിക്കും പോകും, വേറെ ബ്രാഞ്ചസിലേക്കൊക്കെ എടുത്ത് പോകാറുണ്ട്. ഓക്കെ ചേട്ടാ അത് കുറച്ചും കൂടി ഈസി ആണെന്നാണ് കേട്ടത്, അപ്പോൾ ഞാൻ അതെടുത്തോളാം, CA വേണം. ശരി, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അങ്ങനെ എടുത്തും വരുന്ന ആൾക്കാരോടത് ആ കറേജ്, ആ ഒരു വിൽ എന്നും നിൽക്കട്ടെ. നിങ്ങളുടെ തുകവിട്ട് CA നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് നിങ്ങളുടെ ഫൈനൽ ക്വാളിഫൈ ആയി പോകുന്നവരെ ആ ഒരു ഡിറ്റർമിനേഷനും ആ ബില്ലും എന്നും ആ ഫയറും ആ ഒരു ആറ്റിറ്റ്യൂഡും എന്നും ഉണ്ടാവട്ടെ. അത്രയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പോകുന്നവർക്ക് വലിയൊരു പ്രശ്നമാണ് ഇത് വർഷങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ. ആക്ച്വലി യു ആർ എ മോട്ടിവേഷൻ ടു വർക്ക്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ